താഴെ കൂടിയിട്ടുള്ള അമ്പഴങ്ങ മരം. ഈ ഒരു സൈസ് എത്ര രൂപ കൊടുക്കാം നമുക്ക്? അത് 600 രൂപ. 600 വലിയ തൈകൾ കേട്ടോ. 600 രൂപയ്ക്ക് കൊണ്ട് നിറയെ കാഴ്ച നിൽക്കുന്നത്. ഇതേതാ പേരാ? തായ് പിങ്ക്. തായ് പിങ്ക് പേരാണത്. കായ കൂടിയിട്ട് ഇതിലും കായ വന്നിട്ടുണ്ട്. ഇതൊക്കെ കായ വന്നിട്ടുള്ള മരങ്ങളാണ്. എത്ര രൂപ കൊടുക്കുന്നത്? അതൊക്കെ 300 രൂപ. 300 രൂപയ്ക്ക് കായോട് കൂടിയിട്ട് വലിയ മരം 300 രൂപ കൊണ്ടുപോവാം. ഇതാണ് കാട്ടിമൂണ്. കാട്ടിമൂൺ ഒക്കെ പൂവും കായ ആയത് ഇനിട്ടോ. ഒക്കെ പൂവും കായ ആയതാണ്. അതൊക്കെ കൊടുക്കണം. കായ കേട്ടോ. കായ വന്നിട്ടുള്ള കാട്ടിമൂണിന്റെ മരങ്ങളായി കാണുന്നതൊക്കെ. എത്ര രൂപ കൊടുക്കുക കാട്ടിമൂണൊക്കെ? 400 രൂപ ഒക്കെ കൊടുക്കണം. 400 രൂപയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ള സൈസ് തന്നെയാണ്. ഒക്കെ കായ വന്ന് തന്നെയാണ്. നല്ല കുറ്റ്യാടി ഒറിജിനൽ അടിപൊളി തൈകൾ കേട്ടോ. അടിപൊളി കുറ്റ്യാടി തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ നേരെ ഇങ്ങോട്ട് വന്നോളൂ. മുണ്ടേങ്ങര കാർഷിക നഴ്സറി കിട്ടും. അത്രയും നല്ല അടിപൊളി തൈകൾ തന്നെയാണ്. ഇത് കുറ്റ്യാടിന്ന് കൊടുക്കുന്ന ഒറിജിനൽ അല്ലേ? ഒറിജിനൽ കുറ്റ്യാടി. പലവരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൃശ്ശൂരം തൈ കൊണ്ടുവന്നിക്കണ്ടല്ല, പൊള്ളാച്ചി തമിഴ്നാട് തൈ കൊണ്ടുവന്നിട്ട് വില കുറച്ച് കൊടുക്കണമൊക്കെ. അതൊന്നും ഒറിജിനൽ അല്ല. കുറ്റ്യാടി പറഞ്ഞ് കൊടുക്കും, അത് ഒറിജിനൽ അല്ല. നമുക്ക് കിട്ടാൻ ഞാൻ ഒരു ദിവസം ബൈക്ക് എടുത്ത് രാവിലെ പോയിട്ട് 7 മണിക്ക് കുറ്റ്യാടി എത്തിയത്. മല മുഴുവൻ കേറി ഇറങ്ങി ലാസ്റ്റ് ഞാൻ നാദാപുരം എത്തി. നാദാപുരം ഒരു കടിക്കാരനോട് ചോദിച്ചപ്പം അയാൾ ഞാൻ പൊളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് 25 കിലോമീറ്റർ പിന്നെ അങ്ങോട്ട് പോയി മലയ്ക്ക്. അവിടെ പോയിട്ട് അയാള് 300 പറഞ്ഞിട്ട് 260 അയ്യച്ചു. 300 പറഞ്ഞിട്ട് 260 കിട്ടിയത്. സാധനം കിട്ടാനില്ല, റയർ ആയിട്ടപ്പോ കിട്ടുന്നത് അല്ലേ? അപ്പോ എവിടെ സ്റ്റോക്ക് ഇല്ല. ഈ വർഷം ടൈറ്റ് ആയിക്കണ് ട്രെയിനൊക്കെ. അപ്പൊ ഈ കാണുന്ന സ്റ്റോക്ക് ഇവിടെ നിലവിലുണ്ട്. ഇനി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ട്, നമുക്ക് തരാറിട്ടുണ്ട്. പോയൊക്കെ വേണം. ഓക്കെ. അപ്പൊ നമ്മൾ ഈ സൈസിൽ 170 കൊടുക്കുന്നത്? 170 ഇത് കൊടുക്കുന്നത്. ഒക്കെ ചില്ലറ നമ്മള് 200 കൊടുത്താൽ തന്നെ ഒക്കെ ഉള്ളൂ. എന്താ വെച്ചാൽ വണ്ടിക്കൂലി പോക്ക് വരവൊക്കെ ഭയങ്കര ഇതാണ്. ഈ ചെറു തൈകളൊക്കെ ഏതാ? ഇത് മോഹിന്ദ് കാസർഗോഡ് ഇപ്പൊ നല്ല ഫുള്ള് കയറ്റി. ഓക്കെ. ഇതൊക്കെ എത്ര രൂപ കൊടുക്കുന്നത്? 25 രൂപ കൊടുക്കുന്ന തൈകൾ. അതൊക്കെ ഇതൊക്കെ എത്ര വർഷം കൊണ്ട് കായ വരിക? തേങ്ങ 3 വർഷം കഴിഞ്ഞാൽ മോഹിന്ദ് കായ്ക്കും. 3 വർഷം കൊണ്ടൊക്കെ 4. നമ്മളെ കുറ്റ്യാടിയോ? കുറ്റ്യാടി 4-5 അടിയിൽ വരും. 5 വർഷത്തിന്റെ ഉള്ളിൽ കായ്ക്കും. അതൊക്കെ നമ്മളെ നോട്ടും സ്ഥലത്തിനനുസരിച്ചൊക്കെയാണ് ഇതൊക്കെ കായ്ക്കുക. കൊണ്ട് എവിടെയും വെച്ച് ഇത്ര വർഷമായിട്ടും കായ്ച്ചിട്ടില്ല പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. നമ്മൾ നോക്കണം. നല്ല സ്ഥലമാണ്. കാനലൊന്നും കൊണ്ടു വെച്ചിട്ട് കാര്യമില്ല. തെങ്ങിൻ തൈക്ക് എന്തെങ്കിലും വളം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. വളം കൊടുക്കണേ. വളം വെക്കുമ്പോ കുറച്ച് കൊടുക്കുക. പിന്നൊക്കെ ഒരു 3 മാസം കഴിഞ്ഞാൽ 2 മാസം കൂടുമ്പോ കുറച്ച് വളമൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. ഏതാണ് നമ്മൾ കൊടുക്കുന്ന വളം? ഇപ്പൊ നമ്മള് ജൈവവളം, നെല്ലുപൊടി, വേപ്പുണ്ണാക്ക്, ചാണകപ്പൊടി, ആട്ടിൻകാട്ടപ്പൊടി അതെല്ലാം കൊടുത്താൽ മതി. അത് കറക്റ്റ് ആയിട്ട് കൊടുത്താൽ തന്നെ 4 വർഷം കൊണ്ടാവും അല്ലേ? പിന്നെ അതിന്റെ അടിയിൽ നമ്മള് ഓരോ മാസമാണെങ്കിൽ പച്ചച്ചാണകവും കടലപ്പുണ്ണാക്കും ഒക്കെ കലക്കിയിട്ട്